എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. എക്സൈറ്റഡ് ചെറുതായിട്ട്. ഈ പ്രൊഡ്യൂസർ താടിക്കാരൻ അപരാധി പറയാണ്, തളർവാദം പിടിച്ച കുതിരയുടെ പോലെ മുഖമുള്ള ഒരപരാധി മോൻ. ഞാൻ 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു, അതിന് തെളിവ് കാണിക്കേ. ഞാൻ വയലൻ്റല്ല, ഞാനൊന്ന് ഹൈ കൊടുത്തോ. പട്ടികളെ ഞാൻ പറയുന്നേ, കോമന്റ്സ് ഇടുന്ന പട്ടികളെ, ഞാൻ എന്താണ് ബ്രൊമാൻസിന് പൈസ വാങ്ങിച്ച്, അതിരടിക്ക് പൈസ വാങ്ങിച്ച് കുരുക്കഥ നുണകള് പറയല ഇവന്റെയൊക്കെ ഹോബി. എന്തൊക്കെ ജാതി ഹോബികളല്ലേ മനുഷ്യർക്ക്. എടോ ഞാൻ പൈസ, എനിക്ക് എത്ര പൈസ ആവശ്യമില്ലടോ ജീവിക്കാൻ. ഒരുപാട് വലിയ പണത്തിന്റെ കണക്കുകൾ എന്നോട് പറയരുത്. എനിക്ക് കേൾക്കുന്നത് ഇഷ്ടമല്ല. ആവശ്യത്തിലേറെ പണം കാണുന്നതും എനിക്ക് വെറുപ്പാണ്. അംഗം അട്ടഹാസത്തിന്റെ പ്രൊഡ്യൂസറുടെ ഞാൻ ഐ ആം ചാലഞ്ചിങ് യു, മൈ ഔട്ട്ടേക്ക് ഈസ് ആഫ്റ്റർ യു. നീ ഇന്ന് എടാ താടി വെച്ച അട്ടഹാസിന്റെ പ്രൊഡ്യൂസറെ, എടാ മാധവ് സുരേഷ് ഗോപിന്റെ മോനെ, തീർന്നില്ലേ കിട്ടിയത്? ഞാൻ പൈസ വാങ്ങിച്ചത് എവിടെയാണ് പൈസ വാങ്ങിച്ചത്? ഞങ്ങളൊക്കെ തറയായതുകൊണ്ട് ചില തറ നമ്പറുകൾ. നിന്റെ അച്ഛന്റെ സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ഫാനായിരുന്നു ഞാൻ ഒരു കാലത്ത്, അറിയോ? ചിന്താമണി കൊലക്കേസില് ടോട്ടൽ ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോ കയ്യടിച്ചവണ ഞാൻ. നിന്റെ അച്ഛന്റെ ഫാനാണ് ഞാൻ. ഉളുപ്പിടാ നിനക്ക്. നാളെ കോടി നിനക്ക് നാളല്ലടാ, 4 കോടി ഈ മറ്റേ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരുന്നുകൊണ്ട്, എടാ താടി, കള്ളത്താടി, പരട്ടത്താടി, നിന്നെ ഞാൻ പൊക്കിയിരിക്കും കേട്ടോ. ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും, മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും.